ഏകപക്ഷീയം, നീതിരഹിതം. ടി.പി. സെൻകുമാറിനോട് ഈ സർക്കാർ പെരുമാറിയ രീതിയെ ഇങ്ങനെ ചുരുക്കി വിവരിക്കുന്നു സുപ്രീം കോടതി. രാഷ്ട്രീയ പ്രേരിതമാണോ ഇതെന്ന് സംശയിക്കുന്നു സുപ്രീം കോടതി. സത്യപ്രതിജ്ഞയുടെ പിറ്റേന്ന് പിണറായി വിജയൻ സർക്കാർ എടുത്ത തീരുമാനം റദ്ദാക്കപ്പെടുമ്പോൾ വിമർശിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. സെൻകുമാറിനോട് തോറ്റത് സർക്കാരിന് നൽകുന്ന പാഠം എന്താണ്? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. നിയമയുദ്ധത്തിൽ പിണറായി സർക്കാരിനെ തോൽപ്പിച്ച് ടി.പി. സെൻകുമാർ. പോലീസ് മേധാവി സ്ഥാനം സെൻകുമാറിന് തിരികെ നൽകാൻ സുപ്രീം കോടതി ഉത്തരവ്. സത്യസന്ധമായി ജോലി ചെയ്തതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനും പീഡിപ്പിക്കപ്പെടരുതെന്ന് സെൻകുമാർ. കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. കോടതിയുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പറ്റുന്ന നടപടികൾ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടികൾ സ്വീകരിക്കും. സെൻകുമാർ കേസിലെ വിധി സർക്കാരിനിട്ട തിരിച്ചടിയെന്ന് രമേശ് ചെന്നിത്തല. സെൻകുമാറിന് നീതി ലഭിച്ചെന്ന് ഉമ്മൻചാണ്ടി. ഉത്തരവ് സ്വാഭാവിക നടപടിയെന്ന് ലോക്നാഥ് ബെഹ്റ. മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ എം മണിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. പൊമ്പളെ ഒരുമ നേതാക്കൾ നാളെ നിരാഹാര സമരം തുടങ്ങും. സമരം തെറ്റിദ്ധാരണ ഉണ്ടാക്കലുടെ ഫലമെന്ന് മന്ത്രി എം മണി. തന്നോട് ഇത് ചെയ്യരുതായിരുന്നുവെന്ന് മാധ്യമങ്ങളോട്. പെമ്പള ഒരുമ സമരത്തെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ രണ്ടാം പാർട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നോട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 26 CRPF-കാർ കൊല്ലപ്പെട്ടു. ആക്രമണം സുക്മ ജില്ലയിൽ പട്രോളിംഗിനിടെ. മുഖ്യമന്ത്രി രമൺ സിംഗ് അടിയന്തര യോഗം വിളിച്ചു. സ്വാതന്ത്ര്യ മുദ്രാവാക്യമുയർത്തി കാശ്മീരിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം. പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടി. PDP നേതാവ് അബ്ദുൽ ഗനി ദർ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രധാനമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ടി.പി. സെൻകുമാറിനെ പോലീസ് മേധാവിയായി തിരികെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി. സെൻകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അന്യായവും ഏകപക്ഷീയവുമായ നടപടിയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സെൻകുമാറിന്റെ പ്രവർത്തനങ്ങൾ മൂലം പൊതുജനങ്ങൾക്ക് പോലീസിനോട് അവമതിപ്പ് തോന്നി എന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ചട്ടങ്ങൾ ലംഘിച്ചാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് എങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ആർക്കും രക്ഷിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടവും ജിഷ കേസും കൈകാര്യം ചെയ്തതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ടി.പി. സെൻകുമാറിനെ അധികാരത്തിലേറി രണ്ടാം ദിവസം പിണറായി വിജയൻ സർക്കാർ നീക്കിയത്. ഈ രണ്ട് കേസുകളിലും സെൻകുമാറിനുണ്ടായ വീഴ്ച പോലീസ് സേനയിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന സർക്കാർ വാദം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും കേരള ഹൈക്കോടതിയും അംഗീകരിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതി തള്ളി. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് ആഭ്യന്തര സെക്രട്ടറി ഏപ്രിൽ 13 തയ്യാറാക്കിയ കുറിപ്പിൽ സെൻകുമാറിന്റെ വീഴ്ച പരാമർശിച്ചിട്ടില്ല. എന്നാൽ പുറ്റിങ്ങൽ ജിഷ കേസുകളിൽ സെൻകുമാറിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കിയ ഒരു കുറിപ്പ് മെയ് 26 പൊടുന്നനെ പൊങ്ങി വന്നു. ഇത് അസ്വസ്ഥപ്പെടുത്തുന്ന നടപടിയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ കുറിപ്പുകളിൽ പരാമർശിക്കുന്ന സെൻകുമാറിനെതിരായ ജനങ്ങളുടെ അതിർത്തി 1 മാസമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. ഒറിജിനൽ രേഖകളെല്ലാം നോക്കിയതിന് ശേഷമാണ് അവർക്ക് എന്തോ ഒരു സംശയം അതിനകത്ത് വന്നത്, എന്തോ ഒരു കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം അതിനകത്ത് വന്നെന്ന് സുപ്രീം കോടതി അന്ന് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജിഷ വധക്കേസും പുറ്റിങ്ങൽ വെടിക്കെട്ടപകടവും നടന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സെൻകുമാറിനെതിരെ യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ 2 കേസുകളിലും വീഴ്ച ഉണ്ടായെന്നും ഉത്തരവാദി സെൻകുമാറാണെന്ന നിലപാട് വന്നു. ഇത് പരിഗണിക്കുമ്പോൾ സ്ഥാനമാറ്റം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സെൻകുമാറിന്റെ വാദം അംഗീകരിക്കേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. DGP സ്ഥാനത്തേക്കുള്ള സെൻകുമാറിന്റെ നിയമനവും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്ന സർക്കാർ വാദം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ നിയമം ലംഘിച്ചാണ് ഉന്നത നിയമനങ്ങൾ നടത്തുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ സഹായിക്കാൻ ആർക്കുമാവില്ലെന്നും ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ വിധി പ്രസ്താവത്തിൽ എഴുതി. സർക്കാരിന് അനുകൂലമായാണോ അതോ പൗരന്മാർക്ക് അനുകൂലമായാണോ നിലയുറപ്പിക്കേണ്ടതെന്ന ചോദ്യമുയർന്നാൽ നിശ്ചയമായും സംശയത്തിന്റെ ആനുകൂല്യം നൽകി പൗരന്മാർക്കൊപ്പമാണ് നിലയുറപ്പിക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സമീപകാല ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാകും പദവിയിൽ നിന്ന് നീക്കിയ ഒരു സംസ്ഥാന പോലീസ് മേധാവിയെ സുപ്രീം കോടതി ഇടപെട്ട് വീണ്ടും നിയമിക്കുന്നത്.
സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി രാജ്യത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ ഇനി നിർണായകമായിരിക്കും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ടിനൊപ്പം ബി ബാലഗോപാൽ, റിപ്പോർട്ടർ. ഈ വിധി സർക്കാരിന് നൽകുന്ന പാഠമെന്ത്? ചർച്ചയിൽ ശ്രീ എ റഹീം CPIM, ശ്രീ MT രമേശ് BJP, ശ്രീ PC വിഷ്ണുനാഥ് കോൺഗ്രസ്, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകനൊപ്പം ശ്രീ TP സെൻകുമാറിനെയും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ശ്രീ ഹാരിസ് ബീരാനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ എ റഹീം, സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിധിയല്ല ഇത്. പ്രകാശ് സിംഗ് കേസിലെ വിധി അനുസരിച്ച് 2 വർഷത്തെ ഫിക്സഡ് ടെന്യൂർ എന്നുള്ളത് കണക്കാക്കിയുള്ള വിധിയുമല്ല ഇത്. മറിച്ച് TP സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനെ ഏകപക്ഷീയമായും നീതിപൂർവകമല്ലാതെയും കൈകാര്യം ചെയ്തു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. എന്തിന് TP സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനോട് നീതിപൂർവകമല്ലാതെ പെരുമാറിയെന്ന് സർക്കാർ വിശദീകരിക്കേണ്ടേ? അഭിലാഷേ, സുപ്രീം കോടതി വിധി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നിയമപരമായി ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ സർക്കാർ തന്നെ വ്യക്തമാക്കും. ഇവിടെ സർക്കാർ യാതൊരു തരത്തിലും ആരോടും അനീതിയൊന്നും കാട്ടിയിട്ടില്ല. DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റുക എന്ന് പറയുന്നത് ഒരു സർക്കാർ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാറ്റുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആദ്യം നടക്കുന്ന സംഭവമൊന്നുമല്ല. സഖാവ് പിണറായി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. ഇനി സഖാവ് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം TP സെൻകുമാറിനെ മാറ്റിയതിന് പിന്നാലെ ഈ രാജ്യത്ത് പലയിടങ്ങളിലും മാറ്റിയിട്ടുണ്ട്. ഞാനെല്ലാം പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇത് നടന്നു വരുന്നൊരു കാര്യമാണ്, നിയമപരമായി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ മൈൽ സ്റ്റോണായ ഒരു വിധി വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് സർക്കാർ ചെയ്യേണ്ടത് ഭരണഘടനാപരമായി ഉചിതമായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചരിത്രത്തിൽ ആദ്യമായല്ല DGPയെ മാറ്റുന്നത് എന്ന വാചകം ഈ കോണ്ടെക്സ്റ്റിനോട് ചേർന്ന് പോകില്ല. കാരണം 2006 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാശ് സിംഗ് കേസ് വരുന്നത്. അതിനുശേഷം 2011 കേരള പോലീസ് ആക്ട് ഉണ്ട്. ഈ പോലീസ് ആക്ടിന് ചേരാത്ത വിധത്തിൽ ഈ പോലീസ് ആക്ടിലെ ഏതെങ്കിലും ഒരു വകുപ്പ് കോടതി അസാധുവാണെന്ന് പറഞ്ഞിട്ടില്ല ഹർജിക്കാർ ആവശ്യപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ആ വകുപ്പ് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. മറിച്ച് ആ പോലീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ, തീരുമാനമെടുക്കുന്നതിൽ സർക്കാരിന് വന്ന വീഴ്ച അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ്. അതായത് സർക്കാരിന് തെറ്റുപറ്റി. അല്ല, സർക്കാർ അങ്ങനെ 2 കാര്യങ്ങളാണ് ശ്രീ അഭിലാഷ് ഉന്നയിച്ചത്. ഒന്ന്, ഇത് ആ വാദം നിൽക്കില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ടില്ല. യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ DGP ആയിരുന്ന ജാവേദ് അഹമ്മദിനെ ദിവസങ്ങൾക്കാണ്, മണിക്കൂറുകൾക്കാണ് അദ്ദേഹം മാറ്റിയത്. അതിനുശേഷം ഉണ്ടായ സംഭവമാണ് ഇത്. രാജ്യത്ത് ആദ്യം നടക്കുന്നൊരു സംഭവമല്ല. ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി നടത്തും. ആ അഴിച്ചുപണി നടത്തുന്നത് നിയമപരമാണ്. അതിലുപരി സർക്കാരിൻ്റെ ഒരു കംഫർട്ടബിൾ പൊസിഷനും കംഫർട്ടബിൾ ആയിട്ടുള്ള മൂവിനും അത് നല്ലതാണ്. ഭരണതലത്തിൽ നിൽക്കുന്നവരും ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിലുള്ള ഒരു അഭിപ്രായ ഐക്യം, സമന്വയം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. സംഘർഷങ്ങളിലൂടെ സർക്കാർ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പോകുന്നു എന്ന സർക്കാരിന് കംഫർട്ടബിൾ അല്ലാതെ തോന്നുന്ന ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ തന്നെ വെച്ചുകൊണ്ട് പോകണം എന്ന് വാശി പിടിച്ചാൽ അത് ഭരണത്തെ പ്രശ്നമാകും. അത് കേരള നിയമസഭ നിയമം നിർമ്മിച്ചത്, ജനങ്ങളെ തന്നെ ബാധിക്കും. കേരള നിയമസഭ എന്തിനാണ് നിയമം നിർമ്മിച്ചത്? അപ്പോൾ കേരള നിയമസഭ നിർമ്മിച്ച നിയമത്തിന് അനുസൃതമല്ലാതെ മാറ്റി. ശ്രദ്ധിക്കൂ, കേരള നിയമസഭ നിർമ്മിച്ച നിയമത്തിന് അനുസൃതമല്ലാതെ മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. എന്ന് മാത്രമല്ല, സുപ്രീം കോടതി വിധി എന്നുള്ളത് ലോ ഓഫ് ദ ലാൻഡ് ആണല്ലോ. സുപ്രീം കോടതി പറയുന്നത് നിയമമാണ്, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിക്ക് അനുസൃതമല്ലാതെ, കേരളത്തിൽ തന്നെ നിലനിൽക്കുന്ന നിയമത്തിന് അനുസൃതമല്ലാതെ ഞങ്ങളുടെ കംഫർട്ടാണ് നോക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിയമപരമാകും? അതെങ്ങനെ സാധുവാകും? 2011 താങ്കൾ ഈ പറയുന്ന നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിലെ 97(2) വകുപ്പ് പ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിനുള്ള അധികാരം സർക്കാരിനുണ്ട്. ആ വകുപ്പിലെ ആ നിയമത്തിലെ തന്നെ ചില ഉപവകുപ്പുകൾ, ഞാനതെല്ലാം പരാമർശിക്കുന്നില്ല, അതെല്ലാം അധികാരം നൽകുന്നുണ്ട്. ആ അധികാരത്തെ അസാധുവാക്കണം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുകൂടിയായിരുന്നു ശ്രീ TP സെൻകുമാർ എന്ന് സുപ്രീം കോടതി ഉയർത്തിയ വാദങ്ങളിലൊന്ന്. ആ വാദത്തെ കോടതി അംഗീകരിച്ചുമില്ല. ആ വാദത്തെ കോടതി അംഗീകരിച്ചുമില്ല. അതേസമയം നിയമപരമായി അദ്ദേഹത്തെ മാറ്റിയതിൽ വീഴ്ചയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നു.
ഇതേ കേസ് നേരത്തെ കേട്ട കീഴ്ക്കോടതികൾ അങ്ങനെ ആയിരുന്നില്ല വിലയിരുത്തിയത് എന്ന് അല്ല, അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇരിക്കുന്നത് ശ്രീ എ റഹീം. അവിടെയാണ് പ്രശ്നം. കോടതി അതിന്റെ ഉത്തരവിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: മിയർ റെപ്പറ്റീഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 97(2)(e) ഓഫ് ദ ആക്ട് ഈസ് നോട്ട് സഫീഷ്യന്റ്. ആ നിയമത്തിന്റെ ഈ പറയുന്ന താങ്കൾ ഉദ്ധരിച്ച ക്ലോസിൽ തന്നെ അങ്ങനെ വെറുതെ മാറ്റാമെന്നല്ലല്ലോ പറയുന്നത്. പൊതുജനങ്ങൾക്ക് അതൃപ്തി വേണം, പൊതുജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായി ഈ DGPയുടെ കണ്ടക്റ്റിൽ എന്ന് പറയാൻ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അപര്യാപ്തമാണ്, അത് നിലനിൽക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവിടുന്നത്. അത് യാദൃശ്ചികമായി ഉണ്ടാകുന്നതാണോ അതോ രാഷ്ട്രീയ താല്പര്യം മൂലം ഉണ്ടാകുന്നതാണോ എന്ന സംശയവും കോടതിക്കുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ മാറ്റാൻ വേണ്ടി പറഞ്ഞ 2 കാരണങ്ങൾ, ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായി എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള 2 കാരണങ്ങളും നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അനിഷ്ടമുള്ള ഈ ഉദ്യോഗസ്ഥനെ മാറ്റി എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് അത് നിയമപരമായി നിലനിൽക്കാത്തത്, അതുകൊണ്ടാണ് അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടാത്തത്. രണ്ട് തരത്തിൽ അതിന് കാരണം താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്, പുറ്റിങ്ങലും ജിഷയും. താങ്കൾ ചോദിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നാണ്. രാഷ്ട്രീയ പ്രേരിതമായി ഈ ജനവികാരത്തെ മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് തമസ്കരിച്ചു എന്നും വായിക്കാം. സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസിനെ വിലയിരുത്തുമ്പോൾ ഒരു ഗവൺമെന്റിനെ കാണുന്നത് ഗവൺമെന്റ് എന്നത് LDF എന്നോ UDF എന്നോ എന്നല്ല, അതൊരു തുടർച്ചയാണ്, അതൊരു സർക്കാരാണ്, ഭരണകൂടത്തെയാണ് കാണുക. ആ ഗവൺമെന്റിനെ കാണുമ്പോൾ ആ ഗവൺമെന്റ്, അതാണ് സുപ്രീം കോടതി ചോദിച്ചത്, പൊടുന്നനെ എങ്ങനെ ഉയർന്നു വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെന്റാണ്. ആ UDF ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് താങ്കൾ ഈ പരാമർശിച്ച 2 സംഭവങ്ങളും ഉയർന്നു വരുന്നത്. ആ 2 സംഭവങ്ങളെയും തുടർന്ന് അദ്ദേഹത്തിന്റെ ഇൻഎഫിഷ്യൻസി ഉണ്ടായി എന്നും അത് ജനങ്ങളിൽ സർക്കാരിനെതിരായ വികാരമുണ്ടായി എന്നും അല്ലെങ്കിൽ പോലീസ് സേനയിൽ ഒരു ഇതുണ്ടായി എന്നുള്ളതാണ് പിന്നീട് ഇദ്ദേഹത്തിനെതിരായ ഒരു ചാർജായി വന്നത്. അത് പിന്നീട് വിശദമായി പരാമർശിച്ച് ആ വാദത്തിന്റെ പൊള്ളത്തരം കോടതി തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ അതിന്റെ ചർച്ചയിലേക്ക് വരാം ശ്രീ എ റഹീം, ഞാൻ അത് വിശദമായി പ്രതിപാദിച്ചു പോകാം. അതിനു മുൻപ് ശ്രീ MT രമേശ്, ഇതിപ്പോ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാരിന് കുറെ കൂടി അനുയോജ്യർ എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ വെക്കുന്നു. ഇവിടെ യോഗി ആദിത്യനാഥിന്റെ ഉദാഹരണമാണ് ഏറ്റവും ആദ്യം തന്നെ എ റഹീം ചൂണ്ടിക്കാണിച്ചതും. ശരി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതിപ്പോൾ സർക്കാർ ചെയ്ത ഒരു മഹാപരാധമാണെന്ന കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? അല്ല, ഒരു സർക്കാർ മാറി വരുമ്പോൾ DGPമാരെ മാറ്റുക എന്നുള്ളത് സാധാരണ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ വിധിക്ക് ശേഷം അതത്ര എളുപ്പത്തിൽ ഇനി നടക്കില്ല. കാരണം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ, ഇതിപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള വിധിയാണ്, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഗവൺമെൻറ്റുകൾക്ക് മാറ്റാൻ പറ്റില്ല. കേരളത്തിൽ സംഭവിച്ചത് TP സെൻകുമാറിനെ മാറ്റുമ്പോൾ ആ സെൻകുമാറിനൊരു എതിരായിട്ടൊരു കുറ്റപത്രം ചാർത്തിയിട്ടാണ് ഇവർ മാറ്റിയത്. ആ കുറ്റപത്രമാണ് നിലനിൽക്കാതാകെ പോകുന്നത്. സ്വാഭാവികമായിട്ടുള്ള മാറ്റമല്ല. കാരണം TP സെൻകുമാറിനോട് വൈരനിര്യാതന ബുദ്ധി കാണിച്ചു എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇവരാദ്യം പറഞ്ഞത് ഈ സെൻകുമാറിൻ്റെ സ്വാഭാവികമായ മാറ്റമാണ്. പിന്നെ ഹൈക്കോടതിയിൽ 2ാമത് കേസ് വന്നപ്പോൾ അപ്പോഴാണ് ഈ 2 സംഭവം, ജിഷ വധക്കേസും പൂറ്റിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെ കൊള്ളാത്ത ആളാണ് എന്ന് കോടതിയിൽ സമർത്ഥിക്കുന്നത്. അതിനുശേഷം നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ മറ്റൊരു കാരണമാണ് പറഞ്ഞത്. നിയമസഭയിൽ മുഖ്യമന്ത്രി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയില്ല, അത് രാഷ്ട്രീയമാണ്. അപ്പോൾ 3ാമത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയം പറഞ്ഞു. ഈ രാഷ്ട്രീയമാണ് സുപ്രീം കോടതിയിൽ സെൻകുമാർ ചൂണ്ടിക്കാണിച്ചത്. തന്നെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരാണ് മാറ്റിയത്. അതിനെ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന ദിവസം നടന്ന ചർച്ചയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗം മാത്രം മതി സെൻകുമാറിന് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾ സമർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർക്ക് സമർത്ഥിക്കാൻ. കാരണം രാഷ്ട്രീയ വിരോധമാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു, വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 3ാമതൊരു വിഷയം കൂടി വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അത് കൃത്രിമമായി ഉണ്ടാക്കിയ റിപ്പോർട്ടാണെന്ന് ഇപ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നു. ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അത് കൃത്രിമമായി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരായിട്ട് കൃത്രിമമായ റിപ്പോർട്ട് ഉണ്ടാക്കുക, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി വിരോധമുണ്ടാക്കി വെക്കുക, എന്നിട്ട് തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി. ഈ 3 കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വൈരനിര്യാതന ബുദ്ധിയുണ്ട്, ഏകപക്ഷീയമാണ്, രാഷ്ട്രീയ വിരോധമാണ് എന്നൊക്കെ സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നത്. ഇത് സത്യത്തിൽ LDF ഗവൺമെന്റ് എന്നുള്ളതിനേക്കാളും വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കേറ്റ തിരിച്ചടിയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് മഹാമോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, TP സെൻകുമാറിനെ വീണ്ടും DGP പദത്തിൽ അവരോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? DGP സ്ഥാനത്ത് നിന്ന്, അതായത് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനെടുത്ത ഭരണപരമായ തീരുമാനത്തിൽ അനവധാനതയുണ്ടായി എന്നുള്ളതിനപ്പുറത്ത്
വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ടി പി സെൻകുമാറിനോട് പെരുമാറി എന്നുള്ളത് കോടതി കണ്ടെത്തുമ്പോഴല്ലേ ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്? അഭിലാഷേ, DGP നിയമനം, ചീഫ് സെക്രട്ടറി നിയമനം എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റുകളാണ്. അത് ഗവൺമെന്റിന് അതിനകത്ത് അധികാരമുണ്ട്. ഗവൺമെന്റിന്റെ ഒരു താല്പര്യമാണ് അതിൽ പ്രധാനം. പക്ഷേ മുമ്പ് രമൺ ശ്രീവാസ്തവയെ DGP ആക്കിയത്, അതിനുശേഷം അടുത്ത ഗവൺമെന്റ് DGP ആക്കിയത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രത്യേകമായി താല്പര്യമെടുത്തിട്ട് തന്നെയാണ് വളരെ രാഷ്ട്രീയമായി സങ്കീർണമായിരുന്നിട്ട് പോലും രമൺ ശ്രീവാസ്തവയെ DGP ആക്കിയത്. പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അത് സ്ഥാനം മാറ്റിയില്ല, അദ്ദേഹത്തെ തന്നെ തുടരാൻ അനുവദിച്ചു. പിന്നീട് ജേക്കബ് പുന്നൂസിന്റെ കാര്യം അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഗവൺമെന്റ്, എന്നാൽ ഗവൺമെന്റിന്റെ ഒരു സൗമനസ്യവും ഗവൺമെന്റിന്റെ അംഗീകാരവും ഉണ്ടായതുകൊണ്ടാണ് ആ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത്. ഇവിടെ ടി പി സെൻകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടായ ഒരു വലിയ പിണക്കം ഇതിന്റെ പിന്നിലുണ്ട്. ടി പി സെൻകുമാറിനെ മോശക്കാരനാക്കാൻ വളരെ ശക്തമായിട്ട് തന്നെ, വളരെ ക്രൂരമായിട്ട് തന്നെ ഫയലിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. മെയ് 26 ഫയൽ അദ്ദേഹത്തിന്റെ പുറ്റിങ്കൽ ക്ഷേത്രവളപ്പിൽ ഉണ്ടായ വെടിക്കെട്ടിൽ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു ഫയൽ കൃത്രിമമായിട്ടുണ്ടാക്കി എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ സുപ്രീം കോടതി തന്നെ ചാർത്തുന്ന കുറ്റം. അതിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥർ തമ്മിലുള്ളൊരു പിണക്കമുണ്ട്. ആ പിണക്കം രാഷ്ട്രീയ തലത്തിലേക്ക് പടർന്ന് പന്തലിച്ചതാണ്. യഥാർത്ഥത്തിൽ സെൻകുമാർ ഈ പറയുന്നത് പോലെയുള്ള ഒരു കുഴപ്പത്തിന് അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും സുപ്രീം കോടതി അദ്ദേഹത്തോട് നീതി കാണിച്ചു. എങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഗവൺമെന്റിന് DGP ആര് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിനും അധികാരമുണ്ട്. രാഷ്ട്രീയത്തിന് അത് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ സംശയം. ശ്രീ പി സി വിഷ്ണുനാഥ്, അതിനെ അങ്ങനെ കാണുന്നുണ്ടോ? സർക്കാരിന്റെ പ്രൊറോഗേറ്റീവായ കാര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഇതൊരു കീഴ്വഴക്കമാകുകയും ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ? ഇവിടെ വ്യക്തിപരമായി ടി പി സെൻകുമാർ കേസ് ഫൈറ്റ് ചെയ്തു ജയിച്ചു എന്നുള്ളതിനപ്പുറത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇതിൻ്റെ ഈ വിധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇനി സർക്കാരുകൾക്ക് അങ്ങനെ തോന്നുംപടി ഉദ്യോഗസ്ഥരെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണോ കോൺഗ്രസ് കാണുന്നത്? പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ദൗർഭാഗ്യവശാൽ ഞാൻ മറ്റൊരു ചാനലിൽ പോയപ്പോൾ CPMന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തയാൾ ഇതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഇപ്പോൾ കുറേ ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രവൃത്തിയെ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു വലിയ രാഷ്ട്രീയപരമായ അപകടത്തെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരർത്ഥത്തിൽ ലോജിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും. കാരണം ഇത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് മാറ്റിയ ഉദ്യോഗസ്ഥനും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ വിധി വാങ്ങാൻ കഴിയുമായിരിക്കും. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ശ്രീ സെൻകുമാറിനെ മാറ്റുവാൻ വേണ്ടി കാരണം പറഞ്ഞിരുന്നു. ആ കാരണം സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആ കാരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ രേഖ ഫോർജ് ചെയ്തുണ്ടാക്കിയ ഡോക്യുമെന്റ് ആണ് എന്നുള്ള ഗുരുതരമായ ഒരാരോപണം ഈ വിധിക്ക് ശേഷവും നിൽക്കുകയാണ്. എന്നു മാത്രമല്ല, ഇപ്പം ഞങ്ങൾ തന്നെ വിവരാവകാശ രേഖ ശേഖരിക്കുകയുണ്ടായി. ഈ സർക്കാരിനോട് തന്നെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, ജിഷ വധത്തിന്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം മറുപടി തന്ന ഗവൺമെന്റിന് അതിൽ വീഴ്ച വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശ്രീ സെൻകുമാറിനെ മാറ്റുന്നത് എങ്ങനെ ഏതെങ്കിലും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിയും? അതിൽ പരാജയപ്പെട്ടു. ഇവിടെ ഗവൺമെന്റിന് രാഷ്ട്രീയമുണ്ട് ഇക്കാര്യത്തിൽ. യഥാർത്ഥത്തിൽ ജിഷ കേസും പുറ്റിങ്ങൽ വെടിക്കെട്ടുമൊന്നും അല്ല സെൻകുമാറിനെ മാറ്റാനുള്ള കാരണം. അത് TP ചന്ദ്രശേഖരൻ കേസാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ ഇത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞ ഈ കേസിൽ അതിന്റെ വിചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞാണ്. ഈ CPMനുണ്ടായിരുന്ന രാഷ്ട്രീയ വൈരാഗ്യം ആ പൊളിറ്റിക്കൽ പാർട്ടി പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ആ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ആളെന്ന നിലയിൽ തന്റെ മേൽ പ്രയോഗിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം പറഞ്ഞെന്താ, പ്രതിപക്ഷത്തോട് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി വേറെ ആളുകളുടെ കയ്യിലാണ്.
സെൻകുമാറിനെ RSS ആക്കാനും BJP ആക്കാനും ശ്രമിച്ചുകൊണ്ട് ഈ സ്ഥലം മാറ്റിയ ഒരു ഉദ്യോഗസ്ഥനോട് ഹീനമായ ഒരു പ്രതികരണം നിയമസഭയിൽ നടത്താനാണ് ശ്രമിച്ചത്. അത് നിന്നില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമായി CPM-ന് തിരിച്ചടിയാണ്, നിയമപരമായി തിരിച്ചടിയാണ്. അവർ കൊള്ളില്ല എന്ന് പറഞ്ഞയാളെ എന്ത് കാരണത്താലാണോ കൊള്ളില്ല എന്ന് പറഞ്ഞത് അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാകാതിരിക്കുകയും എരന്നൊരു വിധി വാങ്ങിച്ച് അത് അംഗീകരിക്കേണ്ട സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. റൈറ്റ്, അതാണ് താങ്കളുടെ നിരീക്ഷണം. ശ്രീ A. റഹീം, ഇത് 1-2 പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. TP സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ചതുർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കാനായി, അദ്ദേഹത്തെ മാറ്റാനായി കണ്ടെത്തിയ കാരണങ്ങൾ പൊള്ളയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1, അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. 2, എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മാറ്റാനായി വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. കോടതി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല, പക്ഷേ വിധിന്യായത്തിൽ ഒരു സൂചനയോ സംശയമോ കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഏപ്രിൽ 13 അന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഈ DGP-യുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നോട്ടക്കുറവിനെക്കുറിച്ച്, വീഴ്ചയെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. ആ വിഷയം ഉറങ്ങുകയായിരുന്നു. പിന്നീട് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം, ഇങ്ങനെ ഈ DGP-യുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ഒരു റിപ്പോർട്ട്, ഒരു രേഖ ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ ആ ഉണ്ടായ രേഖയെക്കുറിച്ചുള്ള ഒരു സംശയം നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. കോടതി തന്നെ അതിൻ്റെ ഒരു സൂചന ഇങ്ങനെ വായിച്ചു വെക്കുന്നുമുണ്ട്. മാറ്റാൻ വേണ്ടി, സെൻകുമാറിനെ മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒരുപക്ഷെ DGP പദവി ഏറ്റെടുക്കുന്ന വേളയിൽ ഒരു അന്വേഷണം തന്നെ വന്നേക്കാം. ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ മതിയല്ലോ. അതുണ്ടാക്കുന്ന മാനക്കേട് എന്തായിരിക്കും? വ്യാജരേഖ ചമച്ചാണോ സെൻകുമാറിനെ പുറത്താക്കിയത്, മാറ്റിയത് എന്നുള്ള ചോദ്യത്തിനു കൂടി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരില്ലേ? ഉദ്യോഗപൂർണമായി വല്ലാതെ ഇതിനെല്ലാം എങ്ങനെ വേണമെങ്കിലും അഭിലാഷിനെ വ്യാഖ്യാനിക്കാം. അത് ഏകപക്ഷീയമായ വ്യാഖ്യാനം മാത്രമായിരിക്കും, വസ്തുതാപരമായിരിക്കില്ല. അങ്ങ് ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, വ്യാജരേഖ ചമച്ചില്ലേ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ പരാമർശിച്ചതാണ്. രണ്ടാമതൊന്ന്, ഞങ്ങൾക്ക് ചതുർത്ഥിയല്ലേ എന്നാണ്. അത് ശ്രീ വിഷ്ണുനാഥും പറഞ്ഞു അതിൻ്റെ ചില കാര്യങ്ങൾ. TP ചന്ദ്രശേഖരൻ എത്ര കണ്ട് വസ്തുതാപരമായ പിശകാണ് ശ്രീ വിഷ്ണുനാഥ് ഈ ചർച്ചയിൽ പറഞ്ഞത്. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ TP സെൻകുമാർ? എങ്ങുമായിരുന്നില്ല, ഒരിടത്തും അന്വേഷിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കണ്ടൻഷനിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങും അന്വേഷിച്ചില്ല, ഒരന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നില്ല. അത് അദ്ദേഹം വസ്തുതാപരമായി പറഞ്ഞ തെറ്റ്. 2, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി, ഞങ്ങളുടെ രാഷ്ട്രീയ എതിർചേരിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ടാകാം, വ്യക്തമായ രാഷ്ട്രീയമുള്ള ഉദ്യോഗസ്ഥരുണ്ടാകാം. അതൊന്നും ഒരു അപരാധമൊന്നുമല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ. അതെല്ലാം ഉണ്ടാകാം. ഞങ്ങൾ അവരെയെല്ലാം എണ്ണിപ്പറക്കി ഇങ്ങനെ മാറ്റാൻ വേണ്ടി നിന്നൊന്നുമല്ല. ഇത് ഈ രാജ്യത്ത് എവിടെയും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ സുപ്രീം കോടതി വിധി അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയാണ്. അല്ല, ഇതിപ്പോ ആദ്യത്തെ സുപ്രീം കോടതി വിധി അല്ലല്ലോ ശ്രീ A. റഹീം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാശ് സിംഗിന്റെ കേസിലെ വിധി 2006 ഞാൻ ആ ചതുർത്ഥി എന്ന് പറഞ്ഞത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തുകൊണ്ടാണ് എങ്ങനെയെന്നുള്ളത്. ഈ 2 കാരണങ്ങളും നോക്കൂ. കോടതി ഇതെങ്ങനെ നിലനിൽക്കും എന്നാരായുന്നു എന്നുള്ളത് ഒരു കാര്യം. കോടതിയുടെ കാര്യം മാത്രമല്ലല്ലോ, ഒരു സാധാരണക്കാരനെ എടുക്കൂ. അയാൾ എങ്ങനെയാണ് ഇതിൻ്റെ 2ൻ്റെയും ഉത്തരവാദി DGP ആണ് എന്ന് കരുതുക? അയാൾക്ക് എങ്ങനെയാണ് DGP-യിൽ അതൃപ്തി ഉണ്ടാകുക? ജിഷ കേസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 28 അംഗ അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് പ്രതിയെ പിടിക്കാൻ താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എങ്ങനെയാണ് DGP മാത്രമായിട്ട് വരിക? ഒന്ന്, പുറ്റിങ്ങൽ കേസിൽ, അവിടെ പുറ്റിങ്ങലിൽ വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് അവിടെ സൂപ്പർവിഷന്റെ ചുമതല ഉണ്ടായിരുന്ന ആൾ, നേരിട്ട് ഇൻഡിവിജ്വൽ ചാർജ് വഹിച്ചിരുന്ന ആൾ TP സെൻകുമാർ ആണോ? അല്ലല്ലോ. അവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദിയായിട്ട് എങ്ങനെ സെൻകുമാർ വരും? ഈ ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത്. അതായത് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എന്ന് കാണിക്കാനായി നിങ്ങളുടെ സർക്കാർ പറഞ്ഞിരുന്ന ഈ 2 കാര്യങ്ങളും പൊള്ളയാണ്. കോടതിയുടെ ദൃഷ്ടിയിൽ പൊള്ളയാണ്, പൊതുസമൂഹത്തിന്റെ ദൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ്. അല്ല അഭിലാഷേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീ ലോക്നാഥ് ബെഹ്റ വന്നതിന് ശേഷം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഏക ഉത്തരവാദി ലോക്നാഥ് ബെഹ്റയാണെന്നും പിന്നെ മുഖ്യമന്ത്രിയാണെന്നും നിങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ച, ഈ പാനലിലൊക്കെ ഇരിക്കുന്നവർ തന്നെ പലയിടത്തും പോയി നടത്തിയ ചർച്ച ഒന്നെടുത്ത് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഈ പറഞ്ഞ കാര്യം അവിടെ കൂടി ബാധകമാകണം എന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 2 കാര്യങ്ങളാണ്. 2 ഞാൻ വിശദമായി മറുപടി പറയാം. ഒന്ന്, ഇടപെട്ടതല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, ഒരു രേഖ വന്നു എന്നാണ്. ഏപ്രിൽ 13 ആഭ്യന്തര സെക്രട്ടറി പുറ്റിങ്ങൽ ദുരന്തത്തെക്കുറിച്ച് കൊടുത്ത കത്ത്,
ആ കത്തിൽ ടി പി സെൻകുമാറിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അവർ കൊടുക്കുന്ന കത്താണ്. DGP ഏത് പൊളിറ്റിക്കൽ എങ്ങനെയാണ് ആരോടെല്ലാം ഭരണകൂടത്തോട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് കൃത്യമായി അറിയാവുന്നതാണ്. ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ശ്രീ ജേക്കബ് ജോർജ് സാർ നേരത്തെ പറഞ്ഞതുപോലെ ടി പി സെൻകുമാറിനെ ഉമ്മൻചാണ്ടി നിയമിച്ചതിൻ്റെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണോ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുത്തതിനുള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു സംശയമില്ല. ആ പൊളിറ്റിക്സ് ഉണ്ട്. ഞങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തെ മാറ്റുമ്പോൾ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെയാണത്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി വെച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ടി പി സെൻകുമാറിൽ എങ്ങനെയാണോ കംഫർട്ടബിലിറ്റി ഉണ്ടായിരുന്നത്, ശ്രീ സഖാവ് പിണറായി വരുമ്പോൾ അതല്ല, മറിച്ച് ഈ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. ശരി, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നുള്ളത് നമുക്ക് സാമാന്യമായി എടുക്കാം. പക്ഷേ അതിന് പറഞ്ഞ കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിക്കോളൂ, അത് നിയമപരമാകണം. ശ്രീ MT രമേശ്, ഇവിടെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒന്ന് പുതിയൊരു പോലീസ് മേധാവിയെ വെക്കണമായിരുന്നു, മാറ്റുകയാണുണ്ടായത്. പിന്നീട് അദ്ദേഹം കേസിന് പോയപ്പോൾ സ്വാഭാവികമായും നിലനിൽക്കുന്ന ചില കാരണങ്ങൾ പറയണം. ഇവിടെ പോലീസ് ആക്ട് ഉണ്ട്, അതിൽ ഞാൻ ഈ സൂചിപ്പിച്ച 97(2)E ഉണ്ട്, അതനുസരിച്ച് മാറ്റാം. പക്ഷേ മാറ്റണമെങ്കിൽ പബ്ലിക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ വേണം. അങ്ങനെ പൊതുജനത്തിന് അതൃപ്തി ഉണ്ടാകാൻ പറ്റുന്ന രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഇത് വളരെ ലളിതമല്ലേ? അല്ല, ഇതിലിപ്പോൾ ഗവൺമെൻറ് വന്നു. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ടി പി സെൻകുമാറിനോട് വിരോധമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് ടി പി ചന്ദ്രശേഖരൻ കേസ് മാത്രമല്ല. ടി പി ചന്ദ്രശേഖരൻ കേസിൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് അദ്ദേഹം അന്വേഷണ സംഘ തലവനായിരുന്നില്ല, റഹീം പറഞ്ഞതുപോലെ. പക്ഷേ വന്ന് സംസ്ഥാനത്തിന് ഇന്റലിജൻസ് മേധാവിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. രണ്ടാമത് കതിരൂർ മനോജിൻ്റെ കേസിൽ അന്ന് അദ്ദേഹം DGP ആണ്. ആ കതിരൂർ മനോജിൻ്റെ കേസിൽ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് CPM നല്ല വിരോധമുണ്ടായിരുന്നു. P. ജയരാജനെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിരോധമുണ്ടായിരുന്നു. ആ വിരോധമാണ്. ആ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടി പി സെൻകുമാറിനെ മാറ്റി. ഇവർ ട്രൈബ്യൂണലിലെത്തിയപ്പോൾ ഇവർ പറഞ്ഞത് സ്വാഭാവികമായ മാറ്റമാണ്. അതൊരു ലോജിക്കായിരുന്നു. ഒരു ഗവൺമെൻറ് മാറുമ്പോൾ സ്വാഭാവികമായൊരു മാറ്റം, ആ സ്വാഭാവികമായ മാറ്റമാവാമെന്ന് ട്രിബ്യൂണൽ സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതിയിലാണ് ഇവർ കൃത്യമായി കുറ്റപത്രം പറഞ്ഞത്. 2 കേസുകൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പഴച്ചു പോയത് അവിടെയാണ്. ഇവർക്ക് പഴച്ചത്, ഇവരൊരു കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ആ കുറ്റപത്രത്തിന് വിശ്വസനീയത വേണം. ഈ 2 കേസിൽ ടി പി സെൻകുമാറിന് കുറ്റാരോപിക്കാൻ മാത്രമുള്ള ഒരു വിശ്വസനീയതയും ഇവർക്കില്ല. രണ്ടാമത്തെ കാര്യം റഹീം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കൊടുത്തില്ല, ഈ ഗവൺമെൻറ് വന്നപ്പോൾ റിപ്പോർട്ട് കൊടുത്തു. അധികാരമേറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഹോം സെക്രട്ടറി പോലെ ഒരാൾ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് രാഷ്ട്രീയ താല്പര്യമാണല്ലോ. ആ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയും ഇന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിപ്പോൾ റഹീം ഇവിടെ സമ്മതിച്ചു, നേരത്തെ കൊടുത്തില്ല, ഞങ്ങൾ വന്ന് കൊടുത്തു. എന്താ ഞങ്ങൾ വന്ന് കൊടുക്കാൻ കാരണം? ഞങ്ങൾക്ക് ടി പി സെൻകുമാറിന് വിരോധമുണ്ട്. ആ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഹോം സെക്രട്ടറി ആയിരിക്കില്ല ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കും. അന്വേഷണം വന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്കാണ് പോവുക. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 13 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആഭ്യന്തര സെക്രട്ടറി, അതായത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. അന്ന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ടി പി സെൻകുമാറിനെ കുറിച്ച് പരാമർശമില്ല, പ്രതികൂലമായി ഒന്നുമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു 25 മെയ്യിൽ. 26 പുതിയൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ വിവരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. രാഷ്ട്രീയ തീരുമാനമല്ല, ഭരണപരമായ തീരുമാനമാണ് എന്ന് വാദിച്ചു നിൽക്കാനുള്ള ബലം എന്ന് പറയുന്നത് ആ റിപ്പോർട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഇവിടെ സെൻകുമാറിനെ മാറ്റാൻ കാരണം അന്വേഷിച്ചു പോയതാണോ ഈ വീഴ്ച, ഈ തിരിച്ചടി സർക്കാരിനുണ്ടാകാൻ കാരണം? പക്ഷേ അത് ഒരു പിന്നാമ്പുറത്ത് നടന്ന ചില സംഭവങ്ങളാണ്. എനിക്കിത് പറയാമോ എന്ന് എനിക്കറിയില്ല. അതായത് സെൻകുമാർ DGP ആയിരുന്നപ്പോൾ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ആയിരുന്നു. സ്വാഭാവികമായിട്ടും നളിനി നെറ്റോ അടുത്ത ചീഫ് സെക്രട്ടറി ആകും എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഉറപ്പ് കൊടുത്തിരുന്നത്. പക്ഷേ സെൻകുമാർ ഉമ്മൻചാണ്ടിയെ കണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു, ചീഫ് സെക്രട്ടറി ആകേണ്ട ആൾ SM വിജയാനന്ദാണ്. വിജയാനന്ദ് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്, ഒരു കാഴ്ചപ്പാടുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ഇവിടുത്തുകാർ ഓടിച്ചു വിട്ടതാണ്, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഉള്ളവർ ഓടിച്ചു വിട്ടതാണ്. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് ചീഫ് സെക്രട്ടറി ആക്കണം എന്ന് പറഞ്ഞത് സെൻകുമാറാണ് മുഖ്യമന്ത്രിയോട്. മുഖ്യമന്ത്രി പലരോടും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവസാനം സെൻകുമാറിനെ കൊണ്ടുവരാൻ ഒരു ക്യാബിനറ്റിൽ തീരുമാനിച്ചു. ജിജി തോമസിന് ശേഷം അടുത്ത ചീഫ് സെക്രട്ടറി കുറച്ചു കാലത്തേക്ക് മൊഹന്തി,
അത് കഴിഞ്ഞാൽ SM വിജയാനന്ദാണ് ചീഫ് സെക്രട്ടറി എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ അറിയിച്ചു. അങ്ങനെ തീരുമാനവും എടുത്തു. അതാണ് സെൻകുമാറും നളിനി നെറ്റോയും തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് തുടക്കമായത്. അന്നു മുതൽ ഇപ്പോൾ വരെയും ഈ വഴക്ക് വളരെ രൂക്ഷമായി ഗവൺമെന്റിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാവണം ഏപ്രിൽ 13 ഫയലിൽ ഇല്ലാത്തത്. ആ ഫയലിന്റെ കോപ്പി സെൻകുമാറിന്റെ ഉണ്ടാവണമല്ലോ. അതാവണമല്ലോ സുപ്രീം കോടതിയിൽ എത്തിച്ചത്. ഒരു കാര്യം കൂടിയുണ്ട് അഭിലാഷ്, ഇത് ഹൈക്കോടതി പരിഗണിച്ചില്ല. കാരണം ഹൈക്കോടതിയിൽ ഈ ഫയലുകൾ കൊണ്ടുപോകാൻ സെൻകുമാറിന്റെ അഭിഭാഷകൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ ഫയലുകൾ എത്തിച്ചു. ഈ ഫയലിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട്, ഗുരുതരമായ വശക്കേടുകളും ക്രമക്കേടുകളുമുണ്ട്. അത് സുപ്രീം കോടതി ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും ഈ സംഭവം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. റൈറ്റ്. ശ്രീ PC വിഷ്ണുനാഥ്, UDF സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും കേഡർ തസ്തികയിലുള്ള DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കൽ പ്രിഫറൻസ് തന്നെയല്ലേ മുഖ്യം? അതല്ലാതെ വേറെന്ത്? സമാനമായ വിധത്തിൽ ഈ സർക്കാർ വന്നപ്പോഴും ഈ സർക്കാരിന് പറ്റുന്ന ഒരാളെ വെച്ചു. പക്ഷേ ഇവിടെ ഈ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുമാതിരിയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. IAS IPS ഉരസൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. അങ്ങനെ സംശയം പകരുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ സുപ്രീം കോടതി ഉത്തരവിൽ തന്നെ ഉണ്ട് താനും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത റിപ്പോർട്ടല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പിറ്റേന്ന് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ വിവരാവകാശം ഉപയോഗപ്പെടുത്തി TP സെൻകുമാർ തന്നെ ശേഖരിക്കുകയും കോടതിയിൽ പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സർക്കാർ എന്തോ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്നുള്ളതിനേക്കാളും ഇക്കാര്യത്തിൽ മറ്റു ചില കാര്യങ്ങളായിരിക്കില്ലേ ഈ സ്ഥാനം മാറിയതിന് പിന്നിൽ? രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കോടതി വിധി വന്നതിന് ശേഷം നടക്കുന്ന ഒരു ചർച്ചയായതുകൊണ്ട് നമ്മൾ വല്ലാതെ ഇനിയിരുന്ന് ഞാനാണെങ്കിലും റഹീമാണെങ്കിലും വാദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഗവൺമെൻറ് സെൻകുമാറിനെ മാറ്റാൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ അഭിഭാഷകൻ, വളരെ പ്രശസ്തനായ ഹരീഷ് സാൽവെ, ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ അഭിഭാഷകൻ, നമ്മുടെ ഖജനാവിൻ്റെ കാശ് വെച്ച് അവിടെ വാദിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹാരിസ് ബീരാനും ദുഷ്യന്ത് ദവെ അടക്കമുള്ളവർ സെൻകുമാറിന് വേണ്ടി ഹാജരായി അവരുടെ ഭാഗവും വാദിച്ചു. ഗവൺമെന്റിനെ അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യവും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണല്ലോ ഗവൺമെന്റിനെതിരായ ഒരു വിധി വന്നത്. അതുകൊണ്ട് ഇനി അതിൻ്റെ മെറിറ്റിൽ പോയി നടത്തുന്ന ഒരു ഡിസ്കഷനും യാതൊരു പ്രസക്തിയും ഇന്ന് രാത്രി 9 മണിക്കോ അതിന് ശേഷമോ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, അത് സംബന്ധിച്ച് പറഞ്ഞ മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങളാണ്. അത് അപ്പം ഇനി പ്രസക്തിയുണ്ട് അതിലിപ്പം ശ്രീ റഹീം പറഞ്ഞ ഒരു വാദം, അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിനെ തന്നെ ദുർബലപ്പെടുത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണ് ശ്രീ നളിനി നെറ്റോ ഒരു റിപ്പോർട്ട് കൊടുത്തത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് വേറെ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അല്ല ഏതെങ്കിലും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരേ കാര്യത്തിൽ രണ്ട് നിലപാടല്ല, 2 റിപ്പോർട്ട്. അതിലൊരു റിപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഫോർജ് ചെയ്യപ്പെട്ടതാകുമെന്ന് സംശയിക്കുന്നത്. എനിക്കതിൻ്റെ നിജസ്ഥിതി ഒരു എൻക്വയറിയിൽ കൂടി, ഇൻവെസ്റ്റിഗേഷനിൽ കൂടി പുറത്തു വരേണ്ട ഒരു കാര്യം നമ്മൾ കയറി ചാനലിൽ. തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ അറിയിലേക്ക് മടങ്ങിയെത്താം. ഹാരിസ് ബീരാൻ ഈ വിഷയത്തിലെ അഭിഭാഷകൻ, സെൻകുമാറിന്റെ അഭിഭാഷകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഹാരിസ് ബീരാൻ, പ്രകാശ് സിംഗ് കേസിന്റെ അന്തസത്തയ്ക്ക് അനുസരിച്ചല്ല ഈ സ്ഥാനമാറ്റമെന്ന് നിങ്ങൾ വാദിച്ചിരുന്നു. പോലീസ് ആക്ടിലെ 1972E മാറ്റണം എന്ന് നിങ്ങൾ വാദിച്ചിരുന്നു. അതനുസരിച്ച് സർക്കാരിന് അധികാരമില്ല എന്ന് വാദിച്ചിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളെ സ്പർശിക്കാതെ കോടതി തീരുമാനമെടുത്തത് നീതിപൂർവകമല്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് TP സെൻകുമാറിനെ മാറ്റി എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കോടതി ഇങ്ങനൊരു വിധി പറഞ്ഞതിലേക്ക് നയിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഹർജിയിൽ ഈ വാദം ഉന്നയിച്ചിരുന്നെങ്കിലും നമ്മൾ വാദത്തിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഉന്നയിച്ചില്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ടിലെ പല പ്രൊവിഷൻസും പ്രകാശ് സിംഗിന്റെ വിധിന്യായത്തിന് ഘടകവിരുദ്ധമാണ് എന്നുള്ള വാദം വാദത്തിന്റെ ഇടയിൽ നമ്മൾ ഉന്നയിച്ചില്ല. നമ്മൾ ഹർജിയിൽ അത് എഴുതിയിരുന്നെങ്കിൽ പോലും അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും നമ്മൾ ഈ പോയിന്റ് വാദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പരാമർശം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വാദിക്കാനുള്ള ഒരു വിലങ്ങുതടിയായിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗം വാദിക്കാതെയാണ് ഈ 97 എന്ന് പറയുന്ന അധികാരം
കേരള പോലീസ് ആക്ടിലെ പ്രത്യേക അധികാരം. ആ അധികാരം അവിടെ നിലനിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് പരിശോധിക്കാം, ഈ കേസിന്റെ ഫാക്ട് പരിശോധിക്കാം എന്നുള്ള വാദമാണ് നമ്മൾ ഉന്നയിച്ചത്. അതായത് ഈ 97(2)(e) പ്രഥമ ദൃഷ്ട്യാ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പരിശോധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ ഒരു മെറ്റീരിയൽ പോരാ, അതിനകത്ത് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കണം. മെറ്റീരിയലുകളുടെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള തീരുമാനം, അതായത് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ മാത്രം പോരാ. ഇപ്പോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വേറെ മന്ത്രിമാർക്കോ ഒരാളുടെ മുഖം ഇഷ്ടമല്ല, അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിന് പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ മാറ്റാൻ പറ്റുകയില്ല. അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെറ്റീരിയലുകൾ, ആ മെറ്റീരിയലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ DGP സ്ഥാനത്ത് നിന്ന് 2 വർഷത്തിന് മുമ്പ് ഒരാളെ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് ഈ 97(2)(e) എന്ന് പറയുന്ന ആ പ്രത്യേക പ്രൊവിഷൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, യഥാർത്ഥത്തിൽ കേരള പോലീസ് ആക്ടിന് അനുസൃതമായിട്ടാണ് വിധി. അതായത് ഈ ആക്ടിന് ഉള്ള പ്രൊവിഷൻസിന് അനുസൃതമായിട്ടല്ല ഈ സ്ഥാനമാറ്റം. വെറുതെ ഈ 97(2)(e) റിപ്പീറ്റ് ചെയ്തതുകൊണ്ടായില്ല, അതിന് ബേസ് വേണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 2011 പോലീസ് ആക്ടിന് അനുസൃതമായിട്ടാണ് സുപ്രീം കോടതി വിധി. തീർച്ചയായിട്ടും വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു പരാമർശമാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോഴും കേരള സർക്കാരിന് ആ അധികാരം അവിടെ ഇപ്പോ നിയമപുസ്തകത്തിലുണ്ട്. 97(2)ലാണ് പറയുന്നത് ഈ ഓരോ DGP മുതലായ ഒരു സീനിയർ പോലീസ് ഓഫീസേഴ്സിന് 2 വർഷത്തെ ഒരു ഫിക്സഡ് ടെന്യൂർ കൊടുക്കണമെന്നുള്ളതും, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ 2 വർഷത്തിനുള്ളിൽ അവരെ മാറ്റുകയാണെങ്കിൽ 97(2)(a)(b)(c)(d)(e) എന്ന് പറയുന്ന ഈ 5-6 വസ്തുതകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് 2 വർഷത്തിനുള്ളിൽ മാറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും ഈ കേരള പോലീസ് ആക്ടിൽ പറയുന്നതാണ്. അതിനകത്ത് ABCD എന്ന് പറയുന്നത്, 1 അദ്ദേഹത്തിന്റെ മാനസിക നില ശരിയല്ല, 2 അദ്ദേഹം ഏതെങ്കിലും കറപ്ഷൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, 3 ഏതെങ്കിലും സർവീസ് കേസിൽ അദ്ദേഹം കൺവിക്ഷൻ ഉണ്ട്, അങ്ങനെ അതെല്ലാം മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ്, ഫാക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കേണ്ടത്. ഈ എന്ന് പറയുന്ന ഈ സബ് ക്ലോസ് മാത്രമാണ് പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ, സീരിയസ് പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ, പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള അതൃപ്തി. ആ അതൃപ്തി അളക്കുന്നത് എങ്ങനെയാ എന്നുള്ളതാണ് ശരിക്കും ഈ കേസിന്റെ അന്തസത്ത. ആ അതൃപ്തി അളക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായാൽ മാത്രം മതി, ഒരു പൊതുജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായി എന്നുള്ള തോന്നലുണ്ടായാൽ മാത്രം മതി, ഞങ്ങൾക്ക് ഒരു ഓഫീസറെ മാറ്റാമെന്നുള്ളത്. എന്നാൽ സെൻകുമാറിന്റെ വാദം എന്ന് പറയുന്നത് മെറ്റീരിയലുകളുടെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കണം. ആ വാദമാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചേക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഒരു സർക്കാരിന്റെ പ്രിറോഗറ്റീവായിട്ട് ഒരു DGPയെ മാറ്റാൻ പറ്റുകയില്ല. ഈ പ്രിറോഗറ്റീവ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇതുപോലത്തെ ഉന്നത പോലീസ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എതിരെ എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ചീഫ് സെക്രട്ടറി പോലെ മുതലായ അഡ്മിനിസ്ട്രേറ്റീവ് സർവൻസിനെതിരെ ഈ രീതിയിലുള്ള പ്രിറോഗറ്റീവ് വേണമെങ്കിൽ കോടതിക്ക് ഉപയോഗിക്കാം, സർക്കാരിന് ഉപയോഗിക്കാം. പക്ഷേ പോലീസ് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികള് അതിനേക്കാളും സെൻസിറ്റീവ് പോസ്റ്റുകളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എതിരെ പോലും ഏതെങ്കിലും നിയമ നടപടികൾ അവർക്ക് തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രിറോഗറ്റീവ് എന്ന് പറയുന്ന വാക്ക്, ആ പദം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയാണെങ്കിൽ ആ നിയമത്തിന്റെ അടിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു ക്ലോസ് അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ കേരള പോലീസ് ആക്ടിന്റെ 97(2)(e) വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യക്തമാണ്. കേരള പോലീസ് ആക്ട് അനുസരിച്ചല്ല അദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതേമാതിരിയുള്ള ആക്ടും സമാനമായ പ്രൊവിഷൻസും ഉണ്ടാകണം എന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു വിധി പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം എന്താണ്? ഈ ഫിക്സഡ് ടെന്യൂർ പറയുന്ന പ്രകാശ് സിംഗ് കേസിലെ വിധിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിലെ DGPയെ മാറ്റിയിട്ടുണ്ട്. ആ DGPക്ക് കോടതിയിൽ പോയാൽ അപ്പോൾ ഏത് തരത്തിലുള്ള വിധിയായിരിക്കും കിട്ടുക? അത് അവിടെ പ്രകാശ് സിംഗ് കേസായിരിക്കുമോ ബാധകമാവുക? തീർച്ചയായിട്ടും ഈ UP-യിൽ ഇപ്പൊ കേരള പോലീസ് ആക്ട് അനുസരിച്ചിട്ട് UP-യിൽ ഒരു പോലീസ് ആക്ട് ഇല്ലെങ്കിൽ പ്രകാശ് സിംഗ് തന്നെയാണ് അവിടെ ബാധകമാക്കുന്നത്. കാരണം പ്രകാശ് സിംഗിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ ഡയറക്ഷൻ, ഈ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആ സമയം വരെയും ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം, അതായത് പ്രകാശ് സിംഗിന്റെ നിർദ്ദേശമായിരിക്കും ആ സംസ്ഥാനങ്ങളിൽ പാലിക്കപ്പെടേണ്ടത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ആ നിയമം 2011 വന്നത് കാരണം പ്രകാശ് സിംഗ് ഔട്ടായി, കേരള നിയമം അതിനകത്ത് വന്നു. അതുപോലെ തന്നെ UP-യിൽ ഇപ്പോൾ പോലീസ് ആക്ട് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അത്ര വ്യക്തതയില്ല. UP-യിൽ പോലീസ് ആക്ട് ഇല്ലെങ്കിൽ പ്രകാശ് സിംഗ് തീർച്ചയായിട്ടും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഈ 2 വർഷത്തെ കാലാവധിക്ക് മുമ്പ് അവിടെ ഈ DGPയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ
അത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ആ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് അപ്പൊ മാറ്റാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി പ്രകാശ് സിംഗിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന്, അദ്ദേഹം കറപ്ഷൻ കേസിൽ വല്ല ഉൾപ്പെട്ടിട്ടുണ്ടോ, രണ്ട്, ഏതെങ്കിലും സർവീസ് റൂൾ അനുസരിച്ചിട്ട് എന്തെങ്കിലും മിസ്കോണ്ടക്ടിനെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതും സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സെൻകുമാറിനേക്കാളും ഒരുപിടി മുന്നിലുള്ള ഒരു കേസായിരിക്കും പ്രകാശ് സിംഗിന്റെ കേസ്. എനിക്ക് തോന്നുന്നു വ്യക്തമായി പ്രേക്ഷകർക്ക് എന്താണ് ഇതിന്റെ നിയമവശം എന്നുള്ളത്. ശ്രീ എ റഹീം, ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. കോടതി വിധിന്യായത്തിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേരള പോലീസ് ആക്ടിന് അനുസൃതമല്ല ഈ മാറ്റം എന്നുള്ളത് കൊണ്ടാണ് കോടതി ആ മാറ്റം റദ്ദാക്കുകയും അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിടുകയും ചെയ്തത്. ദ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ക്രെഡിബിൾ മെറ്റീരിയൽ എന്നാണ് കോടതി പറഞ്ഞത്. വസ്തുതകളുടെ പിൻബലമില്ലാതെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് മാറ്റി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നുമില്ല. സർക്കാരിന് ടി.പി. സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനെ എന്തായാലും 2 മാസത്തിൽ കൂടുതൽ ആ പദവിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നിരിക്കെ ഇനി കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും മറ്റും പോകാതെ സുപ്രീം കോടതി വിധി അതിൻ്റെ സ്വാഭാവികതയിൽ അനുസരിക്കുക എന്നുള്ളതല്ലേ സർക്കാരിൻ്റെ മുൻപിലുള്ള ഒരു മാർഗം, ഏറ്റവും നല്ല മാർഗം? അതോ അന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇദ്ദേഹം സംഘപരിവാറിൻ്റെ ആളാണ്, പറ്റില്ല എന്നുള്ള നിലയിൽ അടുത്ത നിയമ പോരാട്ടത്തിന് പോകുമോ? ഈ അപ്പോയിൻമെന്റ് ഡെഫർ ചെയ്യുമോ? അല്ല പക്ഷേ അത് സംബന്ധിച്ച് നിയമപരമായിട്ട് പരിശോധിച്ച് സുപ്രീം കോടതി വിധിയെ വിലയിരുത്തി കാര്യങ്ങളിൽ നിലപാടെടുക്കും. ആ സർക്കാർ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഈ ചർച്ചയിൽ ആദ്യമേ പറഞ്ഞു, അത് ഭരണഘടനാപരമായി എന്താണ് നമ്മളൊരു അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഇവിടെ ശ്രീ വിഷ്ണുനാഥ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞു, ശ്രീ ഹാരിസ് ബീരാനി പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായല്ലോ. നിലവിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് ഫാക്ച്വൽ ആയിട്ട് ചില കാര്യങ്ങൾ വേണം, മെറ്റീരിയൽ എവിഡൻസ് വേണം എന്നുള്ള കാര്യത്തിലാണ് കോടതി അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. ഈ 97 എന്നതിനെ സംബന്ധിച്ചും 97 വകുപ്പിനെയും അതിന്റെ ഉപവകുപ്പിനെയും സംബന്ധിച്ചും കോടതി മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന് കോടതി ഉപോത്ബലകമായി കണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പൊങ്ങി വന്നു, ആദ്യം അത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പിന്നീട് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ഞാൻ നേരത്തെ ചോദിച്ച വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അക്കാര്യം തമസ്കരിക്കപ്പെട്ടതുമാകാലോ, അതിലെ പൊളിറ്റിക്സ് എന്തുകൊണ്ട് കാണുന്നില്ല? ശ്രീ വിഷ്ണുനാഥ് ഇവിടെ ഉന്നയിക്കുന്ന കാര്യം രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ ആരോപണം ഇത് രണ്ടാമത് ഉയർന്നു വന്നത് ഏപ്രിൽ 13 വരാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ പറഞ്ഞെങ്കിൽ ഏപ്രിൽ 13 വരാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാവണ്ടേ? അതും രാഷ്ട്രീയ പ്രേരിതമാകാലോ, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ 2 സംഭവങ്ങളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ ശ്രീ വിഷ്ണുനാഥിനോട്, UDF ഗവൺമെന്റിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നതാ ജിഷയായിരുന്നില്ലേ? ആ ജിഷയുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനും കേരള ഗവൺമെന്റിനും ഉണ്ടായ ആഘാതം ചെറുതാണെന്ന് കരുതുന്നുണ്ടോ? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നില്ല. അതിപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ അങ്ങനെ പറയാം ശ്രീ റഹീം. പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാനായി അത് പറയുമ്പോഴാണ് സുപ്രീം കോടതിക്ക് അത് പൊള്ളയാണെന്ന് തോന്നുന്നത്. ഈ വിഷയം സുപ്രീം കോടതി പരിശോധിച്ചല്ലോ. ഞാൻ സുപ്രീം കോടതിയുടെ കമന്റ് നേരത്തെ പറയുകയും ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ പോലീസ് മേധാവിയാണ് അതിന്റെ ഉത്തരവാദി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പൊള്ളയാണെന്ന് കോടതി വിലയിരുത്തുന്നത്. അല്ല അഭിലാഷ്, അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ മെറ്റീരിയൽ എവിഡൻസ് ഇല്ലായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. കോടതി അതിന്റെ സാങ്കേതികാർത്ഥത്തിലാണ് അതിനെ കണ്ടത്. അത് കോടതി അങ്ങനെ നിരീക്ഷിച്ചു. ഇനി അത് വളരെ നിർണായകമായി മാറുകയാണ് ഈ വിധി. അത് സ്വാഭാവികമായും ഇനി അത് പാലിക്കപ്പെടും. അത് എന്താണ് വേണ്ടതെന്ന് സർക്കാർ തീരുമാനമെടുക്കപ്പെടും. ഇത് ഞങ്ങളെ കുരിശിലേറ്റുമ്പോൾ ഞങ്ങൾ ഏതോ വലിയ തെറ്റ് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നിടത്താണ് ഞാൻ രാഷ്ട്രീയമായതിനെ എതിരിടാൻ ശ്രമിക്കുന്നത്. സമാധാനപരമായും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആവർത്തിച്ച റഹീം ഒരു കാര്യം പറയുന്നതിനുള്ള ക്ലാരിഫിക്കേഷനാണ്. അതായത് ഈ ഏപ്രിൽ 13 കൊടുത്തത് പിന്നീട് രണ്ടാമത് വന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതായത് അതല്ല. എൻ്റെ സ്നേഹിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചാണ്. ശ്രീ ജേക്കബ് ജോർജ് സാർ നേരത്തെ അത് സൂചിപ്പിച്ചു. അതായത് ഇത് മാത്രമല്ല, ഇതിനകത്ത് കൊടുത്ത രേഖ തലനാരിഴ കീറി പരിശോധിച്ച് നല്ല രസമാണ് വായിക്കാൻ. കോടതി പറയുന്നുണ്ട് ഇതിലെവിടെയാണ് ഈ ഒരാളെന്ന നിലയിൽ സെൻകുമാറിന് മാത്രം ഉത്തരവാദിത്വം ഉള്ളത് എന്ന് എടുത്തെടുത്ത് ഈ പുറ്റിങ്ങൽ കേസിലും ചോദിക്കുന്നുണ്ട്, ജിഷ കേസിലും സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ സെൻകുമാറിന് മാത്രമായ ഒരു ഉത്തരവാദിത്വമില്ല. അവിടെ പല രൂപത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇദ്ദേഹം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് അവിടെ സമർപ്പിച്ച രേഖകൾ തന്നെ പരിശോധിച്ചിട്ടാണ് കോടതി, അല്ലാതെ അന്ന് കൊടുത്ത ആ ഒരു കാര്യം മാത്രമല്ല, ഇതിൽ ഓരോന്നും എടുത്ത് കോടതി പരിശോധിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആ വിധി എതിരായി വന്നതിന് ശേഷം ഈ ഒരു കാര്യം മാത്രം പറയേണ്ടതില്ല. പിന്നെ ഇവിടെ റഹീം പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കേസിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് വീഴ്ച വരുന്നു എന്ന് നിങ്ങൾ പ്രചരണം നടത്തി. നിങ്ങൾ നടത്തിയ ആ പ്രചരണവും ശരിയല്ല എന്ന് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി, ഇപ്പോൾ സെൻകുമാറിന് നീതി കിട്ടിയതോടുകൂടി തന്നെ ആ പ്രചരണവും തെറ്റാണെന്ന് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി പുറത്തു വന്നു. പക്ഷേ സെൻകുമാറിന് ഇനി 2 മാസവും കൂടെ ഉണ്ടായതുകൊണ്ട് DGP ആയിട്ടിരിക്കാൻ പറ്റും. ഉമ്മൻചാണ്ടിക്ക് ഇലക്ഷൻ കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. റൈറ്റ്, അതാണ് അതിന്റെ രാഷ്ട്രീയമായ മറുപടി. അല്ല റഹീം, ഞാൻ അതിന്റെ മറുപടി പറയാനുള്ള അവസരം തരാം. ഒറ്റ സെക്കൻഡ് എനിക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇനിയുള്ള 2 മാസം എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ രേഖ വ്യാജമോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. വ്യാജം എന്ന് ഏത് തരത്തിലാണ് പറയാൻ കഴിയുന്നതെന്നും അറിയില്ല. UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തതല്ല LDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്. LDF സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത ആ നോട്ടിൽ DGPക്കെതിരെ ഒരു കുറ്റാരോപണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ DGP ആയി അതാ കസേരയിൽ ഇരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും DGPയും തമ്മിലുള്ള പോരും, മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലാത്ത ആൾ DGP ആയി ഇരിക്കുന്നതിൻ്റെ പ്രശ്നവും ഒക്കെയാണോ കേരളം കാണാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയുടെ വിധിയുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ DGP ആക്കണമോ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട് അതിനകത്ത്, നിയമപരമായ കാര്യങ്ങളുണ്ട്. അങ്ങേപ്പുറത്ത് സുപ്രീം കോടതിയാണ് എന്നുള്ളത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങേപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നതും അതും കൂടെ ശ്രദ്ധിക്കണം. അത് ഒരു തീരുമാനം പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ സങ്കീർണമാണ്. അതേസമയം രണ്ടാമതൊരു കാര്യമുള്ളത്, ഇതിൻ്റെ അകത്തെ ഫയൽ മനഃപൂർവ്വം TP സെൻകുമാറിനെതിരെ ഫയൽ സൃഷ്ടിച്ചു. മനഃപൂർവ്വം അദ്ദേഹത്തെ കൊച്ചാക്കാനും കഴിവുകെട്ടവനാക്കാനും ജനമധ്യത്തിൽ മോശക്കാരനാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത്. അങ്ങനത്തെ ഫയലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അത് അതേ തരത്തിൽ സുപ്രീം കോടതി ഗൗരവത്തോടുകൂടി തന്നെ കണ്ട് ഈ കാര്യങ്ങൾ വിധിയിൽ എഴുതുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഗൗരവം, ആ നിലയ്ക്കുള്ള ഈ സംഭവത്തിന്റെ ഗൗരവം അനുസരിച്ച് ഒരു അന്വേഷണം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുകയില്ല. സെൻകുമാർ DGP ആയാലും ഇല്ലെങ്കിലും പ്രശ്നം ഇതുകൊണ്ട് തീരുകയില്ല. എന്തൊക്കെയാണെങ്കിലും ഗവൺമെന്റിന് ചെയ്യാവുന്നത് ഇത് ഗ്രേസ്ഫുള്ളായിട്ട് പ്രശ്നം തീർക്കണം. അതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ശരി, ശ്രീ MT രമേശ്, നിയമസഭയ്ക്കകത്താണ് ഇയാൾ സംഘപരിവാറുകാരനാണെന്ന് ദ്യോതിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത്. പരസ്യമായും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ശരി തെറ്റല്ല ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ സംസ്ഥാനത്തിൻ്റെ പോലീസ് തലവനായി 2 മാസം ഇരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാകില്ലേ ഉണ്ടാക്കുക? അല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതാണ്. സത്യത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം അന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അതൊരു അതിരുകെട്ട പ്രസംഗമായി പോയിന്ന്. ആ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇദ്ദേഹത്തെ DGP നിയമിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുക? ഇദ്ദേഹത്തെ DGP ആക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി ഉത്തരവാണ്. ഇവരെന്ത് പറഞ്ഞിട്ട് മാറ്റും? അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കണം. റിവ്യൂ കൊടുത്താൽ അതേ ബെഞ്ചിനാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം DGP സ്ഥാനത്ത് ഇരുത്താതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇദ്ദേഹം DGP ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ സെൻകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ആ 3 നോട്ടുകൾ, എനിക്കെതിരായിട്ട് പോയിട്ടുള്ള 3 നോട്ടുകളെ സംബന്ധിച്ച് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. ഞാൻ ഏതായാലും അതിൻ്റെ പുറത്ത് ഞാൻ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു റിപ്പോർട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു പരിശോധന ഉണ്ടാകും. ആ പരിശോധനയിൽ ഹോം സെക്രട്ടറിയാണോ പെടാൻ വേണ്ടി പോകുന്നത്, ഹോം സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചാലാണോ പെടാൻ വേണ്ടി പോകുന്നതാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. സെൻകുമാറും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുമാത്രമല്ല, മനസ്സിൽ വിരോധം ഉണ്ടാകാം. പക്ഷേ സെൻകുമാറിനെ മാറ്റാനൊരു കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാരണത്തിനൊരു ആധികാരികത വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം റിപ്പോർട്ട് ഉണ്ടാക്കിച്ചത്. അപ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അത്
ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്താണോ മറ്റാരെങ്കിലും ചെയ്താണോ എന്നൊക്കെയാണ് വെളിയിൽ വരേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 മാസം ഈ കൃത്രിമ ഫയലിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി സെൻകുമാർ യാത്ര ചെയ്താൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരുപാട് പൊള്ളുന്ന കാര്യമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരാൻ പറ്റും. അങ്ങനെ പേടിക്കേണ്ടി വരില്ലേ ശ്രീ റഹീം? ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി എന്നുള്ള ഭരണപരമായ നടപടിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇയാൾ സംഘപരിവാർ പക്ഷപാതിയാണ്, നിങ്ങളുടെ കയ്യിലൊന്നും ഇരിക്കുന്ന ആളല്ല കേട്ടോ എന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങളെ നോക്കി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപ പദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം കൊണ്ട് മൂടിയതാണ്. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ മേധാവിയായി വരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒട്ടും അനായാസമായ സ്ഥിതിവിശേഷമല്ല ഭരണരംഗത്ത് ഉണ്ടാക്കുക. ഒപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട IAS IPS പോരിൻ്റെ പ്രശ്നവുമുണ്ട്. ആകെ കുട്ടിച്ചോറാക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഭരിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ. എന്ത് ചെയ്യും? കുട്ടിച്ചോറാക്കാതെ നോക്കും, അതിൽ സംശയമൊന്നും വേണ്ട. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്കിത് കാണാം. പക്ഷേ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ശ്രീ വിശ്വനാഥ് വളരെ ആശ്വാസം കൂറുകയാണ്. അദ്ദേഹം അല്ല ആശ്വാസം കൂറേണ്ടത്. ഉമ്മൻചാണ്ടി ഇതിലൂടെ കുറ്റവിമുക്തനായി എന്നാണ് സുപ്രീം കോടതി വിധി അദ്ദേഹം നന്നായി പഠിച്ചു എന്നും പറയുന്നു. ഞാൻ വിശ്വനാഥിനോട് ചോദിക്കുന്നു, എവിടെയാണ് ആ സുപ്രീം കോടതി വിധിയിൽ ജിഷ വധക്കേസിൽ നിഷ്പക്ഷമായ അന്വേഷണമാണ് നടന്നത് എന്ന് എവിടെയാണ്? കുറ്റമില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്ങും പറഞ്ഞിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ TP സെൻകുമാർ എന്ന DGPയിലേക്ക് മാത്രം പോകുമെന്നാണ്. ഇതാണ് എന്റെ കണ്ടൻഷൻ. ഇതേ മാനദണ്ഡം ഇന്നു മുതൽ ശ്രീ വിഷ്ണുനാഥും ഇന്നു മുതൽ ശ്രീ അഭിലാഷും ശ്രീ MT രമേശും എല്ലാം പുലർത്തണം. കാരണം എവിടെയെങ്കിലും ഒരിടത്ത് ജിഷ പോലുമല്ല, എവിടെയെങ്കിലും ഒരിടത്ത് കുണ്ടറയിലാകട്ടെ വാളയാറാകട്ടെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം DGPയും ആ DGPയെ നിയമിച്ച മുഖ്യമന്ത്രിയുമാണെന്ന് പറയുന്നവർക്കും ഈ സുപ്രീം കോടതി വിധി ബാധകമാണ് എന്ന് മറന്നു പോകരുത്. കോടതിയിൽ പോകുമ്പോൾ വെറുതെ വാക്ക് മാത്രം പോരാ, മെറ്റീരിയൽ എവിഡൻസ് കൂടി വേണം. ഞാനും നിങ്ങളും ഒരു മേശക്കപ്പുറത്തും ഇപ്പുറത്തും വെറുതെ ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ അല്ല കോടതിയിൽ പോകേണ്ടത്. കോടതി നിങ്ങളുടെ മെറ്റീരിയൽ എവിഡൻസ് വേണം, അതുകൊണ്ട് പോകണം. അത് നിങ്ങൾ കൊണ്ടുപോകാതെ തന്നെ ചർച്ച ചെയ്തവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം. കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കോടതി വിധിക്കെതിരെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കോടതി വിധിക്കെതിരെ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കേസിൽ പഞ്ചാബിൽ നിങ്ങൾ മാറ്റി. നരേന്ദ്രമോദി അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ആരെല്ലാം മാറ്റി? ഡൽഹിയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ തോന്നും പോലെ മാറ്റുന്നു. അവരെല്ലാം കോടതി പോയാലും പരാമർശിച്ചു പോയ ഒരു കാര്യത്തിന് താങ്കളുടെ കൂടി മറുപടി വേണം. ഇവിടെ കോടതി ഈ 2 വിഷയത്തിലും ജിഷ കേസിലും പുറ്റിങ്ങൽ കേസിലും രണ്ടിടത്തും അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാകാത്തത് കൊണ്ട് ഒരിടത്ത് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു, മറ്റൊരിടത്ത് വിചാരണ നടക്കാനിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ പരാമർശങ്ങളൊന്നും കോടതി നടത്തിയിട്ടില്ല. റഹീം സൂചിപ്പിച്ചതുപോലെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എങ്ങനെ പോലീസ് മേധാവിക്ക് മാത്രമാകും ഈ 2 വിഷയങ്ങളിലും എന്നേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ 2 വിഷയങ്ങളിൽ വീഴ്ച പറ്റിയോ എന്നുള്ള പരിശോധന കോടതി നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ, ഈ 2 വിഷയങ്ങളും പുറ്റിങ്ങലാകട്ടെ ജിഷ കേസാകട്ടെ, 2ലും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ആർക്കും തന്നിട്ടില്ല കോടതി. സർക്കാർ തന്നിട്ടുണ്ട്. ഞങ്ങളൊരു വിവരാവകാശ നിയമം ചോദിച്ചിരുന്നു ഈ ഗവൺമെന്റിനോട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ ജിഷ കേസിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയോ എന്നുള്ള വിവരാവകാശം ചോദിച്ചപ്പോൾ ആ വിവരാവകാശത്തിന് ഈ ഗവൺമെന്റിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും മറുപടി കിട്ടിയിട്ടുണ്ട്, ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന്. അതുപോലെ സർക്കാർ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണ്, എന്നിട്ട് റഹീം പറയുകയാണ് അങ്ങനെ ഇല്ല എന്ന്. അതെങ്ങനെ ശരിയാവും? രണ്ടും കൂടെ ശരിയാവും. വിവരാവകാശ നിയമപ്രകാരം സർക്കാർ തന്ന മറുപടിയാ. ഇനി കുഴപ്പം പറ്റിച്ചിരിക്കുന്ന ആരാ? ജിഷ കേസ് അട്ടിമറിച്ചത് ആരാ? ഇവരുടെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ജേക്കബ് തോമസ് പറഞ്ഞിരിക്കുകയാണ്, ഈ ഗവൺമെന്റ് അന്വേഷണം നടത്തിയ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആളൂർ കോടതി പോയിരിക്കുക. അതിന്റെ പേരിൽ അട്ടിമറിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെ എന്ത് വീഴ്ച ഉണ്ടായാലും ആ ഉത്തരവാദിത്വമൊന്നും DGPക്കോ ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് അല്ലല്ലോ. ഇനി അതിൽ നിന്ന് മാറരുത് നിങ്ങൾ. നാളെ ഇന്നലെ വരെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ മാപ്പ് ചോദിക്കേണ്ടത് കേരളത്തോട് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്കെല്ലാം പാടാണ്. ഇപ്പോ മാറ്റാനുള്ള കാരണം എന്നുള്ളതല്ലേ കോടതി ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി കേരളത്തിൽ പോലീസ് എന്ത് പ്രവർത്തിച്ചാലും DGPയെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വിമർശനാതീതനാണ് എന്നില്ലല്ലോ. നമ്മൾ മാറ്റുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അല്ല വിമർശനാതീതരെന്നല്ല അഭിലാഷ്, വിമർശനാതീതരെന്നല്ല. എന്റെ വാക്കിന്റെ അക്കരെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു വലിയ പ്രവണത, പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും, അത് കൊട്ടിയൂരാകട്ടെ, ഭാവനയുടെ നടിയുടെ കാര്യത്തിലാകട്ടെ, ഏതുമാകട്ടെ,
ഓരോ വിഷയത്തിലും എല്ലാ നേട്ടങ്ങളും കാസർഗോഡ് റിയാസ് മൗലവിയുടെ വധമാകട്ടെ ഏത് വിഷയത്തിലും അത് ആരുടെയോ നേട്ടം. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.